4 വയസ്സുകാരി മേബയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ബന്ധു ശൈലജയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ രോഷം അണപൊട്ടി. മകളെ കൊലപ്പെടുത്തിയതാണെന്ന സത്യം ഇനിയും ഉൾക്കൊള്ളാനാകാതെ വിങ്ങിപ്പൊട്ടുകയാണ് മാതാപിതാക്കൾ. സ്ത്രീകളടക്കം നിരവധി പേരാണ് പുഴയുടെ പരിസരത്തും അയൽ വീടുകളിലുമായി തടിച്ചുകൂടിയിരുന്നത്. പ്രതിയെ കൊണ്ടുവന്ന ഉടനെ നാട്ടുകാർ ഒന്നടങ്കം പോലീസ് ജീപ്പ് വളഞ്ഞു. കുഞ്ഞിനെ കൊന്ന പോലെ അവളെയും പുഴയിൽ മുക്കി കൊല്ലണം എന്നാക്രോശിച്ചാണ് സ്ത്രീകളടക്കം പോലീസിനെ തടഞ്ഞത്. നാട്ടുകാരെ നിയന്ത്രിച്ചു നിർത്തുവാൻ പോലീസിന് ഏറെ പാടുപെടേണ്ടി വന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ പോലീസ് വലയം തീർത്താണ് ശൈലജയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ബന്ധുക്കളും നാട്ടുകാരും ആക്രോശങ്ങൾ ചൊരിയുമ്പോഴും യാതൊരു കൂസലുമില്ലാതെയാണ് താൻ ചെയ്ത കാര്യങ്ങൾ ശൈലജ പോലീസിന് വിവരിച്ചു കൊടുത്തത്. പുഴക്കടവിലും പിന്നീട് കുളിമുറിയിലും തെളിവെടുപ്പ് നടത്തിയ ശൈലജയെ വേഗത്തിൽ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ദീർഘകാലമായി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന മേബയുടെ അച്ഛൻ രജിത് നാട്ടിലെത്തിയത് മകളെയും ഭാര്യയെയും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു. മകളെ കാണാതായപ്പോൾ പുഴയോരത്ത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു രജിത്. ശൈലജയോടും മകളെക്കുറിച്ച് രജിത് തിരക്കിയിരുന്നു. ബംഗാളികൾ മേബയെ എടുത്തുകൊണ്ടുപോകുന്നത് കണ്ടു എന്ന മറുപടിയാണ് ആ സമയം ശൈലജ നൽകിയത്. പിന്നീട് മണിക്കൂറുകൾക്കകം പല ആളുകളോടും പലതരത്തിലുള്ള മറുപടികളാണ് ശൈലജ പറഞ്ഞത്. പിന്നീട് ഇവരുടെ ബന്ധു പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുകയായിരുന്നു. ചെളിയിൽ കിടന്നു മരിച്ച കുട്ടിയുടെ ശരീരവുമായി പുഴക്കരയിലെത്തിയപ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ കാഴ്ചക്കാരിയായി നിൽക്കുകയായിരുന്നു ശൈലജ. വിധിയാണ് മകളുടെ ജീവൻ കവർന്നെടുത്തതെന്ന വിശ്വാസത്തിൽ പോസ്റ്റ്മോർട്ടം പോലും നടത്തേണ്ടെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു രജിത്തും നീഷ്മയും. കുറച്ചു സമയത്തിനു ശേഷമാണ് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ശൈലജയുടെ വാക്കുകളിലെ വൈരുദ്ധ്യം ഇവരെ അറിയിച്ചത്. ഉടൻ തന്നെ പുതുക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കളിപ്പാട്ടങ്ങളും അച്ഛൻ കൊണ്ടുവന്ന മധുരപലഹാരങ്ങളും ബാക്കിയാക്കി മകൾ പോയപ്പോൾ പൊന്നുമോളുടെ കുഞ്ഞുടുപ്പുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുകയാണ് അമ്മയും അച്ഛനും. TCV പുതുക്കാട്.